വിദേശികളായി ബംഗാളികളെ ചിത്രീകരിച്ചാൽ ബി.ജെ.പി. എം.എൽ.എയുടെ വായിൽ ആസിഡ് ഒഴിച്ച് കത്തിച്ചു കളയുമെന്നാണ് ടി.എം.സി നേതാവായ അബ്ദുൾ റഹീം ബഷിക്ക് പറയാനുള്ളത്. ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളെ റോഹിംഗ്യകൾ എന്നും ബംഗ്ലാദേശികൾ എന്നും വിശേഷിപ്പിച്ച് നിയമസഭയിൽ ശങ്കർ ഘോഷ് നടത്തിയ മുൻകാല പ്രസംഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭീഷണി. കഴിഞ്ഞ ദിവസം ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ സംബന്ധിച്ച വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിന് മേൽപ്പറഞ്ഞ പാർട്ടി ചീഫ് വിപ്പ് ശങ്കർ ഘോഷ് ഉൾപ്പെടെ 5 നിയമസഭാംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിരുന്നു. ബംഗാളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന 30 ലക്ഷം കുടിയേറ്റ തൊഴിലാളികളെ റോഹിംഗ്യകളാണെന്നും ബംഗ്ലാദേശികളാണെന്നും ലജ്ജയില്ലാതെ പറയുന്നയാളോടാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതേ വാക്കുകൾ നിങ്ങളിൽ നിന്ന് വീണ്ടും കേട്ടാൽ നിങ്ങളുടെ വായിൽ ആസിഡ് ഒഴിച്ച് കത്തിച്ചു കളയും. ഇത് പശ്ചിമ ബംഗാൾ ആണെന്ന് നിങ്ങൾ മറക്കരുത്. ഞങ്ങൾ ബംഗാളികൾ നിങ്ങളെ മിണ്ടാൻ അനുവദിക്കില്ല. നിങ്ങളുടെ മുഖം ആസിഡ് ഒഴിച്ച് കത്തിക്കും എന്നാണ് ബക്ഷി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ബംഗാളി സംസാരിക്കുന്നവർക്കെതിരെ നടക്കുന്ന വർദ്ധിച്ച അതിക്രമങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് അബ്ദുൾ റഹീം ബക്ഷി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ബി.ജെ.പി. എം.എൽ.എയുടെ പേര് നേരിട്ട് പരാമർശിച്ചില്ലെങ്കിലും ശങ്കർ ഘോഷിനെ ഉന്നം വെച്ചായിരുന്നു അബ്ദുൾ റഹീമിന്റെ പ്രസംഗം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബി.ജെ.പി., സി.പി.എം., കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൈകാലുകൾ വെട്ടിമാറ്റുമെന്ന് ഭീഷണി ഉയർത്തി അബ്ദുൾ റഹീം പുലിവാല് പിടിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരമൊരു പരാമർശം. ബി.ജെ.പി. പതാകകൾ വലിച്ചു കീറണമെന്നും ജില്ലയിൽ പാർട്ടിയെ സാമൂഹികമായി ബഹിഷ്കരിക്കണമെന്നുമാണ് റഹീമിന്റെ വാദം. വീഡിയോ ദൃശ്യങ്ങളിലേക്ക്. পশ্চিমবঙ্গ এটা আমরা বাঙালিরা তোমার মুখে কথা বলার জায়গা রাখবো না। এসি দিয়ে তোমার মুখ থেকে পুড়িয়ে দিয়ে ওদের কাছে এনে রাখবো। আর এখানকার বিজেপিরা যারা প্রতিবাদ করছে না, এখানকার বিজেপিরা যারা বাঙালি হয়ে বাংলার বাঙালিদের সাথ দিচ্ছে না, এখানকার বিজেপিরা যারা বাংলা ভাষার সম্মান করতে পারছে না, আমি তো অনুরোধ করবো আপনাদের কাছে বন্ধু, যারা এখানে বিজেপি করছে তাদেরকে ভোট থেকে বয়কট করুন, তাদের বাড়ি ঘেরাও করুন, বিজেপির পতাকা ছিঁড়ে ফেলুন, তাদেরকে তাদের ভোট ফরত করে দিন। বিজেপির সমর্থন করা যাবে না। কে বিজেপি ছাত্রীর খুন করে, কে বিজেপি যুদ্ধের মন্ডল খুন করে, সেই বিজেপিকে কোনো মতো সহ্য করা যাবে না। তাদের বয়কট করুন, তাদের ঘেরাও করুন, তাদের বাড়ির সামনে মিছিল করুন। বন্ধ বিজেপির সাংসদ পরে যদি এরকমের গণতান্ত্রিক আন্দোলন করতে দেখেছি বন্ধু, আমাদের গ্রামে ফুটবেলা দেখেছেন, ফুটবেলা বাড়ি পড়বে পিঠে, ধরাম ধরাম করে আওয়াজ হবে বন্ধ। গণতান্ত্রিক আন্দোলন আমরা বাঙালিরা সহ্য করবো না, বাংলার মানুষেরা গণতান্ত্রিক আন্দোলন সহ্য করবো না।